ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്നത് രണ്ടുപേരുടെയും ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലൈഫ് പൊസിഷൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജൊഹാരി വിൻഡോ പോലെയുള്ള അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് പോലെയുള്ള NLP പോലെയുള്ള എറിക് ബോൺ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ച തത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എൻ്റെ പങ്കാളി ഒപ്പം തന്നെ ഞാനും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറും ഞാനും രണ്ടുപേർക്കും ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകേണ്ടത് രണ്ടുപേരും പറയുന്നതും ചിന്തിക്കുന്നതും അതിൻ്റെതായ രീതിയിൽ ശരിയാണെന്നുള്ളതാണ്. കാരണം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. മറ്റേയാൾ തെറ്റാണെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ബന്ധങ്ങൾ തകരുകയാണ്. അല്ലെങ്കിൽ ഞാൻ ശരിയാണ് മറ്റേയാൾ തെറ്റാണെന്ന് പറയുന്ന സമയത്ത് ബന്ധം അവസാനിക്കുകയാണ്. രണ്ടുപേരും പറയുന്നതിൽ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അയാൾ പറയുന്നു, എന്തുകൊണ്ട് മറ്റേ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് മറ്റേ വ്യക്തി അങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സന്തോഷകരമായ ജീവിതത്തിൻ്റെ ആരംഭം എന്നാണ് പുസ്തകം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രാക്ടിക്കൽ ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. എങ്ങനെ പുരുഷനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ സ്ത്രീയെ മനസ്സിലാക്കാം, സ്ത്രീക്ക് എന്താണ് ആഗ്രഹം, സ്ത്രീ എന്തൊക്കെയാണ് പുരുഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ പുരുഷനും എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ലവ് ലാംഗ്വേജ് നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഹോമിൽ മിസ്റ്റേക്ക് വരുമ്പോൾ എങ്ങനെ അതിനെ മറക്കുവാൻ സാധിക്കും, കുറേ റൂൾസ് എല്ലാം പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറയാം. 100 ways a man can raise a woman's oxytocin levels. ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാനായിട്ട് പുരുഷൻ ചെയ്യാൻ കഴിയുന്ന 100 കാര്യങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1-2 എക്സാമ്പിൾസ് ഞാൻ വായിക്കാം. മേക്ക് ഹെർ കോഫി ഓർ ടീ ഇൻ ദ മോർണിംഗ്, എസ്പെഷ്യലി ഓൺ വീക്കെൻഡ്സ്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ പുരുഷന് ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് സ്ത്രീയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഈ പുസ്തകത്തിലെ കാര്യം പറയുന്നത് ഞാൻ സ്ത്രീ അനുകൂലമോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം പ്രോത്സാഹിപ്പിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമോ പറഞ്ഞു. കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ത്രീ പുരുഷന് ചായ കൊണ്ടേ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തിരിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതിനകത്ത് പറയുന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് വീക്കെൻഡ്സിൽ മിക്കവാറും പുരുഷൻ ജോലിക്കൊന്നും പോകാതെ ഫ്രീ ആയിട്ടിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്തുകൊണ്ട് സ്ത്രീക്ക് വിശ്രമിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തുകൂടാ എന്നുള്ള ആംഗിളിലാണ്. രണ്ടാമത്തെ കാര്യം, ലീവ് ഹെർ എ നോട്ട് സെയിങ് യു ലവ് ഹെർ. പലപ്പോഴും അങ്ങനെയാണ്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഈ സ്നേഹിക്കുന്ന സമയത്ത് എന്നും പറയുമായിരുന്നു, അല്ലെങ്കിൽ പ്രണയത്തിന് സമയത്ത് എന്നും പറയുമായിരുന്നു. പക്ഷേ അത് വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായി അതിനുശേഷം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഒന്ന് സ്നേഹം ഐ ലവ് യു എന്ന് പറയുവാനായിട്ട്, ഞാനിത് സ്നേഹിക്കുന്നത് പറയുവാനായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം തരുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, ഭക്ഷണം മേശ കൊണ്ടുവയ്ക്കുമ്പോൾ താങ്ക് യു പറയാനായിട്ട് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. അല്ലെങ്കിൽ വീട്ടുജോലികൾ സഹായിക്കാനായിട്ട് കഴിയാറില്ല, കുഞ്ഞുങ്ങൾ നോക്കുന്ന കാര്യം സഹായിക്കാനായിട്ട് കഴിയാറില്ല. എന്തുകൊണ്ട് ലീവ് ഹെർ എ നോട്ട് സെയിങ് താങ്ക് യു, ഐ വാല്യൂ സോ മച്ച് എന്ന് പറയാൻ സാധിക്കുന്നില്ല, അല്ലേ? മൂന്നാമത് പറയുന്നതാണ് ഗിവ് ഹെർ എ സിംഗിൾ ലോങ് സ്റ്റെം റോസ്, ഒരു പുഷ്പം കൊടുക്കുക. നോട്ടീസ് ഹെർ ന്യൂ ബ്ലൗസ്, ഒരു പുതിയ വസ്ത്രം ധരിച്ചാൽ, പുതിയ രീതിയിൽ അണിഞ്ഞൊരുങ്ങിയാൽ ഒന്ന് നല്ലതാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ചോദിക്കാൻ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നെ നോട്ടീസ് ചെയ്യണം, ഞാൻ നന്നായിരിക്കുന്നെന്ന് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഡോർസ് ഫോർ ഹെർ, അവൾ വരുമ്പോൾ ഒന്ന് ഡോർ തുറന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്ലാൻ എ സർപ്രൈസ് പിക്നിക്, ഒരു സർപ്രൈസ് ആയിട്ട് പിക്നിക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സജസ്റ്റ് ഗോയിങ് ഫോർ എ വാക്ക്, സമയം കിട്ടുമ്പോൾ ഒരുമിച്ച് നടക്കാനായിട്ട്, കൈപിടിച്ച് നടക്കാനോ ഷോപ്പിങ്ങിന് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ടെൽ ഹെർ ഷീ ലുക്സ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദ ഡേ യു മെറ്റ്, ഞാൻ നിന്നെ ആദ്യം കണ്ട ദിവസം അതുപോലെ തന്നെ എത്രയോ സുന്ദരിയാണ് നീ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 100ഓളം കാര്യങ്ങൾ സ്ത്രീക്ക് ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ സന്തോഷം കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പുരുഷന് സന്തോഷം കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഈ 2 പുസ്തകം വായിക്കുക. ഒന്നാമത്തെ പുസ്തകമാണ് മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ് ബൈ ജോൺ ഗ്രേ. രണ്ടാമത്തെ പുസ്തകം വൈ മാസ് ആൻഡ് വീനസ് കൊളൈഡ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് യഥാർത്ഥ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-15ഓളം പുസ്തകം തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയിരുമ്പോൾ തീർച്ചയായും വായിക്കുവാനായിട്ട് സാധിക്കും. ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെയും ആളുകൾ ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. കാരണങ്ങൾ ഇല്ലെങ്കിൽ കാരണം കണ്ടെത്തുകയും ഒപ്പം തന്നെ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു പോകാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ലാത്ത കാലഘട്ടത്തിലാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിച്ചാൽ, ഒന്ന് പരിശ്രമിച്ചാൽ, എന്തുകൊണ്ട് എൻ്റെ പങ്കാളി, എൻ്റെ പ്രണയിതാവ് അല്ലെങ്കിൽ പ്രണയിനി അങ്ങനെ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഒന്ന് എംപതറ്റിക്കായി ലിസൺ ചെയ്യുവാൻ, ചിന്തിക്കുവാൻ ശ്രമിച്ചാൽ മാറ്റാവുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും സുദൃഢമായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ പുസ്തകം സഹായിക്കട്ടെ.